ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ വലിയൊരു എഫ് എ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. അതിൽ 5 മെയിൻ പോയിന്റുകളുണ്ട്. അതിൽ ഓരോന്നുമാണ് ടീച്ചർ ഇവിടെ 2 പോയിന്റ്സ് ആണ് എഴുതിയിട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി 3, 4, 5 നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ അതിൽ ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റിയിലെ ഇമ്പോർട്ടൻസ് പോയിന്റ്സുകളാണ്: significance of class mobility, class mobility and class formation, industrialization and mobility, education and mobility, intergenerational and intragenerational mobility, intergenerational and intragenerational mobility. ഇങ്ങനെ 5 പോയിന്റുകളാണ് നമ്മൾക്ക് ഈ ഒരു എഫ് എ ക്വസ്റ്റ്യനിൽ ഡിസ്കഷൻ നടത്താനുള്ളത്. ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന ഈ ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായും 5 പോയിന്റ്സുകളാണ് കവർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസ് മൊബിലിറ്റി. സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസ് മൊബിലിറ്റി എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസ് മൊബിലിറ്റിയിൽ വ്യക്തമാക്കുന്നത് നോക്കൂ. അതായത് ക്ലാസ് ഈസ് എ മേജർ ഡയമെൻഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഇതിനെ കാണുന്നത്, ക്ലാസിനെ കാണുന്നത്. ക്ലാസ് ഈസ് എ മേജർ ഡയമെൻഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ക്ലാസിനെ പരിഗണിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, മൊബിലിറ്റി എലോങ് ക്ലാസ് ലൈൻ ഈസ് സോഷ്യലി സിഗ്നിഫിക്കൻറ്റ്. അതേപോലെ തന്നെ ഇവിടെ ക്ലാസിൻ്റെ ചലനാത്മകത എന്ന് പറയുന്നത് ഓരോ രേഖീയമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള പ്രത്യേകതയാണ്. മൊബിലിറ്റി അലോങ് ക്ലാസ് ലൈൻ ഈ സോഷ്യലി സിഗ്നിഫിക്കൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചലനാത്മകത എന്ന് പറയുന്നത് സാമൂഹികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ഫോർമേഷൻ. അതായത് എന്താ ഇവിടെ പറയുന്നത്, എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ഫോർമേഷൻ. വർഗരൂപീകരണം മനസ്സിലാക്കാൻ ക്ലാസിൻ്റെ മൊബിലിറ്റി വളരെയധികം നിർണായകമാണ്. എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ഫോർമേഷൻ. ക്ലാസ് പറഞ്ഞാൽ എന്താ, വർഗം. വർഗരൂപീകരണം മനസ്സിലാക്കുന്നതിന് എപ്പോഴും എന്താവശ്യമാണ്, അതിൻ്റെ ചലനശേഷി വളരെയധികം, മൊബിലിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ഫോർമേഷൻ. ഷോസ് ഹൗ ക്ലാസ് ഓഫ് ഒറിജിൻ ഇൻഫ്ലുവൻസ് ലൈഫ് ചാൻസസ്. ഒരാളുടെ ജന്മവർഗ ജീവിത തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന സ്വാധീനമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഷോസ് ഹൗ ക്ലാസ് ഓഫ് ഒറിജിൻ ഇൻഫ്ലുവൻസ് ലൈഫ് ചാൻസസ്. ഓരോ വ്യക്തികളുടെയും ജീവിത സ്വാധീനത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, റെസ്പോൺസസ് ഓഫ് മൊബൈൽ ഗ്രൂപ്പ് എഫക്റ്റ് സോഷ്യൽ സ്റ്റെബിലിറ്റി. അതേപോലെ പിന്നെന്താ പറയുന്നത്, മൊബിലിറ്റിയുടെ അഥവാ ചലനശേഷിയുടെ പ്രതികരണങ്ങൾ സാമൂഹിക സ്ഥിരതയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. റെസ്പോൺസ് ഓഫ് മൊബൈൽ ഗ്രൂപ്പ് എഫക്റ്റ് സോഷ്യൽ സ്റ്റെബിലിറ്റി. സാമൂഹിക സ്ഥിരതയെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്, ഈ മൊബിലിറ്റി സ്വാധീനിക്കുന്നുണ്ട്. റെസ്പോൺസസ് ഓഫ് മൊബൈൽ ഗ്രൂപ്പ് എഫക്റ്റ് സോഷ്യൽ സ്റ്റെബിലിറ്റി. സോഷ്യൽ സ്റ്റെബിലിറ്റിയെ ഈ ഗ്രൂപ്പുകളുടെ റെസ്പോൺസ് ഓഫ് മൊബൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ മൊബിലിറ്റി ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്, സോഷ്യൽ സ്റ്റെബിലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹൈ മൊബിലിറ്റി റിഫ്ലക്റ്റ് ഓപ്പണേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഉയർന്ന ചലനാത്മകത എന്തിലേക്ക് പ്രതിഫലിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യാവസായിക സമൂഹത്തിലേക്ക് പ്രതിഫലിക്കുന്നു. ഹൈ മൊബിലിറ്റി റിഫ്ലക്റ്റ് ഓപ്പൺസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഒരു വ്യാവസായിക സമൂഹത്തിലേക്ക് ഉയർന്ന ചലനാത്മകത എന്ത് ചെയ്യപ്പെടുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇൻഡിക്കേറ്റ് മെറിറ്റോക്രാറ്റിക് സോഷ്യൽ സിസ്റ്റം. നേട്ടം അടിസ്ഥാനമാക്കിയ ഒരു മെറിറ്റോക്രാറ്റിക് സമൂഹത്തിൻ്റെ സൂചനയാണിത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസ് മൊബിലിറ്റി എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്തു തരാനുണ്ടായിരുന്നത്.
അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് ആണ് ക്ലാസ് മൊബിലിറ്റി ആൻഡ് ക്ലാസ് ഫോർമേഷൻ. അതായത് ക്ലാസ് മൊബിലിറ്റി വർഗ ചലനാത്മകതയും അതേപോലെ തന്നെ വർഗ രൂപീകരണവും. ക്ലാസ് മൊബിലിറ്റി ആൻഡ് ക്ലാസ് ഫോർമേഷൻ, വർഗ ചലനാത്മകതയും വർഗ രൂപീകരണത്തെ കുറിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ക്ലാസ് ഫോർമേഷൻ ഈസ് എ കീ ആസ്പെക്ട് ഓഫ് ക്ലാസ് മൊബിലിറ്റി. അതായത് വർഗ രൂപീകരണമാണ് വർഗ ചലനശേഷിയുടെ പ്രധാന വശം. ക്ലാസ് ഫോർമേഷൻ ഈസ് എ കീ ആസ്പെക്ട് ഓഫ് ക്ലാസ് മൊബിലിറ്റി. വർഗ രൂപീകരണമാണ് അതായത് ക്ലാസ് മൊബിലിറ്റിയുടെ പ്രധാനപ്പെട്ട വശമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, കാറൽ മാക്സ് സ്റ്റഡിഡ് ദ ലിങ്ക് ബിറ്റ്വീൻ ക്ലാസ് ഫോർമേഷൻ ആൻഡ് മൊബിലിറ്റി. കാറൽ മാക്സ് എന്തിനെ കുറിച്ച് പഠനം നടത്തി? ക്ലാസ് ഫോർമേഷനെ കുറിച്ചും അതേപോലെ തന്നെ മൊബിലിറ്റി ചലനാത്മകതയെ കുറിച്ചും എന്ത് ചെയ്തു എന്നാ പറയുന്നത്? പഠനം നടത്തി. കാറൽ മാക്സ് സ്റ്റഡിഡ് ദ ലിങ്ക് ബിറ്റ്വീൻ ക്ലാസ് ഫോർമേഷൻ ആൻഡ് മൊബിലിറ്റി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എക്സ്പാൻഷൻ ഓഫ് ദ മിഡിൽ ക്ലാസ് ആൻഡ് അക്നോളജ്ഡ് ബൈ മാക്സ്. അതായത് മാക്സിന്റെ അഭിപ്രായത്തിൽ എപ്പോഴും മിഡിൽ ക്ലാസ്സുകളാണ് എങ്ങനെ മധ്യവർഗത്തിന്റെ വളർച്ചയെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അംഗീകരിച്ചു. എക്സ്പാൻഷൻ ഓഫ് ദ മിഡിൽ ക്ലാസ് വാസ് അക്നോളജ്ഡ് ബൈ മാക്സ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, സം ഡിഗ്രി ഓഫ് ഇമ്മൊബിലിറ്റി ഹെൽപ്പ് ഡെവലപ്പ് ക്ലാസ് കോൺഷ്യസ്നെസ്. ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് വർഗബോധം രൂപപ്പെടാൻ ചില മൊബിലിറ്റികൾ ആവശ്യമാണ്. സം ഡിഗ്രി ഓഫ് ഇമ്മൊബിലിറ്റി ഹെൽപ്പ് ഡെവലപ്പ് ക്ലാസ് കോൺഷ്യസ്നെസ്. അപ്പോൾ എന്താ പറയുന്നത്? വർഗബോധം അഥവാ ക്ലാസ് കോൺഷ്യസ്നെസ് രൂപപ്പെടുന്നതിന് ചില ഇമ്മൊബിലിറ്റികൾ ആവശ്യമായി വരും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, മാക്സ് വെബർ എംഫസൈസ്ഡ് ആസ് ഇമ്മൊബിലിറ്റി ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. മാക്സ് വെബർ സാമൂഹികവും സാംസ്കാരികമായ തിരിച്ചറിയലിൽ പ്രധാനമാണ് ഇമ്മൊബിലിറ്റി എന്ന് അഭിപ്രായപ്പെട്ടു. മാക്സ് വെബർ എംഫസൈസ്ഡ് ആസ് ഇമ്മൊബിലിറ്റി ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. സാമൂഹികപരമായും സാംസ്കാരികപരമായിട്ടുള്ള ഐഡന്റിറ്റിക്ക് എന്താവശ്യമാണ്? ഇമ്മൊബിലിറ്റി ആവശ്യമാണ് എന്ന് ആര് വ്യക്തമാക്കി? മാക്സ് വെബർ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഗിഡൻ വ്യൂഡ് മൊബിലിറ്റി ആസ് സെൻട്രൽ ടു ക്ലാസ് സ്ട്രക്ചറൈസേഷൻ. അതായത് ഗിഡന്റെ അഭിപ്രായത്തിൽ ചലനശേഷി വർഗഘടനയെ എന്ത് ചെയ്യുന്നു? നിർണയിക്കുന്നു. ഗിഡൻ വ്യൂഡ് മൊബിലിറ്റി ആസ് സെൻട്രൽ ടു ക്ലാസ് സ്ട്രക്ചറൈസേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, മോർ ഇമ്മൊബിലിറ്റി സ്ട്രോങ്ങർ ക്ലാസ് ഐഡന്റിറ്റി ആൻഡ് സോളിഡാരിറ്റി. അതേപോലെ തന്നെ കൂടുതലുള്ള ഇമ്മൊബിലിറ്റി എന്തിനാണ് കാരണമാകുക? വ്യക്തമായ വർഗ ഐക്യത്തിനും ഐക്യദാർഢ്യത്തിനും കാരണമാകുന്നു. അപ്പോൾ മോർ ഇമ്മൊബിലിറ്റി എന്തിനു കാരണമാകുന്നു? സ്ട്രോങ്ങർ ക്ലാസ് ഐഡന്റിറ്റി ആൻഡ് സോളിഡാരിറ്റി. മോർ മൊബിലിറ്റി, കൂടുതൽ ചലനശേഷി എന്തിനു കാരണമാകും? ബ്ലറേഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. വർഗവ്യത്യാസങ്ങൾ മങ്ങാൻ, വർഗവ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ കാരണമാകുന്നു. മോർ ഇമ്മൊബിലിറ്റി എന്തിനാ കാരണമാകുക? സ്ട്രോങ്ങർ ക്ലാസ് ഐഡന്റിറ്റി ആൻഡ് സോളിഡാരിറ്റി. അതായത് വ്യക്തമായ വർഗ ഐക്യവും ഐക്യദാർഢ്യവും ഉണ്ടാവുന്നതിനും മോർ ഇമ്മൊബിലിറ്റി കാരണമാകുന്നു. മോർ മൊബിലിറ്റി എന്തിനാ കാരണമാകുന്നത്? ബ്ലറേഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. മൊബിലിറ്റി പാറ്റേൺ ഇൻഡിക്കേറ്റ് പ്രിവൈലിംഗ് ഫോംസ് ഓഫ് ക്ലാസ് ആക്ഷൻ. അതേപോലെ തന്നെ വർഗപ്രവർത്തനങ്ങളുടെ സ്വഭാവം എപ്പോഴും എന്തിലൂടെയാണ് മനസ്സിലാക്കുക? മൊബിലിറ്റിയിലൂടെ, ചലനാത്മകതയിലൂടെയാണ് മനസ്സിലാക്കുക. മൊബിലിറ്റി പാറ്റേൺ ഇൻഡിക്കേറ്റ് പ്രിവൈലിംഗ് ഫോംസ് ഓഫ് ക്ലാസ് ആക്ഷൻ. ക്ലാസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വർഗപ്രവർത്തനങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് എപ്പോഴും ചലനാത്മകതയിലൂടെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് മൊബിലിറ്റി ആൻഡ് ക്ലാസ് ഫോർമേഷനിൽ ഡിസ്കഷൻ നടത്താനുള്ളത്. ഞാൻ അതിൽ പാർക്കിൻ്റെ 2 വ്യൂ, പാർക്കിൻ എന്ന സോഷ്യോളജിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട 2 വ്യൂസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫസ്റ്റ് വൺ, ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ സ്ട്രാറ്റജീസ് ഓഫ് എക്സ്ക്ലൂഷൻ. വർഗസംഘർഷം ഒഴിവാക്കാൻ തന്ത്രങ്ങളിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ സ്ട്രാറ്റജീസ് ഓഫ് എക്സ്ക്ലൂഷൻ. വർഗസംഘർഷം എക്സ്ക്ലൂഷൻ ചെയ്യണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ എന്തിലൂടെ സാധിക്കുള്ളൂ? സ്ട്രാറ്റജി, തന്ത്രങ്ങളിലൂടെ സാധിക്കുള്ളൂ. മൊബിലിറ്റി പാറ്റേൺ റിവീൽ എഫക്റ്റീവ്നെസ് ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് ചാൻസസ് ഓഫ് സോളിഡാരിറ്റി.
ചലനശേഷിയുടെ മാതൃകകൾ ഐക്യത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും ഫലപ്രാപ്തി കാണിക്കുന്നു. മൊബിലിറ്റി പാറ്റേൺ റിവീൽ എഫക്റ്റീവ്നെസ് ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് ചാൻസസ് ഓഫ് സോളിഡാരിറ്റി. ചലനശേഷിയുടെ മാതൃകകൾ ഐക്യത്തിൻ്റെയും സോളിഡാരിറ്റിയുടെയും എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലിൻ്റെയും ഫലപ്രാപ്തിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ 2 പോയിന്റാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഇനി നമ്മൾക്ക് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് 3 പോയിന്റ്സും കൂടി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 3 പോയിന്റ്സും കൂടി ഈ ഒരു ഇത് സെയിം ടോപ്പിക് തന്നെയാണ്, ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇനി ഈ 3 പോയിന്റുകളും കൂടിയാണ് ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പോൾ ഇത് എസ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഈ 5 പോയിന്റ് എഴുതിയിടുക, എന്നിട്ട് ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന FA ക്വസ്റ്റ്യൻ ആണ് ഡിസ്കഷൻ ചെയ്തത്. അതിലെ 2 പോയിന്റ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി തേർഡ് പോയിന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൊബിലിറ്റി, വ്യവസായവൽക്കരണവും ചലനാത്മകതയും. എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തെ മൊബിലിറ്റി എത്രത്തോളം, ചലനാത്മകത എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പോയിന്റ് ഡിസ്കഷൻ ചെയ്തു. തേർഡ് പോയിന്റ് ആണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൊബിലിറ്റി. ക്ലാസ് ഈസ് വീവ്ഡ് മെയിൻലി ഇൻ ഒക്യുപ്പേഷണൽ ടേംസ്. അതായത് വർഗം തൊഴിലടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ലാസ്സിനെ വിലയിരുത്തുന്നത് എന്തിലൂടെയാണ്, ഏത് കാഴ്ചപ്പാടിലൂടെയാണ്? ഒക്യുപ്പേഷണൽ ടേംസ്, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ക്ലാസ്സിനെ വിലയിരുത്തുന്നത് ഒക്യുപ്പേഷണൽ ടേംസിലൂടെയാണ്, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ക്ലാസ്സിനെ വിലയിരുത്തുന്നത്. Then next point, education and qualification determine status. അതായത് വിദ്യാഭ്യാസവും അറിവും യോഗ്യതയും ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസിനെ ഉയർത്തുന്നു, തീരുമാനിക്കുന്നു, ഡിറ്റർമൈൻ ചെയ്യുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡിറ്റർമൈൻ സ്റ്റാറ്റസ്. ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസിനെ തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഒക്യുപ്പേഷൻ ഇൻ ഇൻഫ്ലുവൻസസ് പ്രിസ്റ്റേജ്, ഇൻകം ആൻഡ് ലൈഫ് ചാൻസസ്. അതേപോലെ തന്നെ ഇവിടെ ഒക്യുപ്പേഷൻ, തൊഴിലിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ്? പ്രിസ്റ്റേജ്, നമ്മളുടെ നില, ഇൻകം, വരുമാനം, ലൈഫ് ചാൻസസ്, അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ. ഇതൊക്കെയാണ് ഒക്യുപ്പേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒക്യുപ്പേഷൻ ഇൻഫ്ലുവൻസസ് പ്രിസ്റ്റേജ്, ഇൻകം ആൻഡ് ലൈഫ് ചാൻസസ്. ഒരു തൊഴിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രിസ്റ്റേജും ഇൻകവും ലൈഫ് ചാൻസസുമാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ ബ്രിങ് വൈഡ് സ്പ്രെഡ് സോഷ്യൽ ചേഞ്ച്. അതായത് വ്യവസായവൽക്കരണമാണ് പെട്ടെന്നുള്ള സാമൂഹിക മാറ്റത്തിന് കാരണം. സോഷ്യൽ ചേഞ്ച്, വൈഡ് സ്പ്രെഡ്, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യപ്പെടാൻ, സാമൂഹിക മാറ്റം ഉണ്ടാകാനുള്ള കാരണം ഏത് തന്നെയാണ്? ലോകത്തിലുണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണമാണ്. വ്യവസായവൽക്കരണം ആദ്യം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഈ വ്യവസായവൽക്കരണമാണ് സോഷ്യൽ ചേഞ്ചിന്, പെട്ടെന്ന് സോഷ്യൽ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണവും വ്യവസായവൽക്കരണമാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആർ കൺസിഡേർഡ് ഓപ്പൺ സൊസൈറ്റി. അതായത് ഒരു വ്യാവസായിക സമൂഹത്തെ പരിഗണിക്കുന്നത് ഒരു തുറന്ന സൊസൈറ്റിയാണ്, ഓപ്പൺ സൊസൈറ്റിയാണ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, തുറന്ന വാതിലായിരിക്കണം. എല്ലാ രാജ്യങ്ങളുമായിട്ട് വ്യവസായശാലകൾ എന്ത് ചെയ്യണം? റിലേറ്റഡ് ആയിരിക്കണം, ബന്ധം പുലർത്തണം, ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ, ഒരു വ്യാവസായിക സമൂഹം എപ്പോഴും ഒരു ഓപ്പൺ സൊസൈറ്റി ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആർ കൺസിഡേർഡ് ഓപ്പൺ സൊസൈറ്റി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, റാപ്പിഡ് എക്കണോമിക് ചേഞ്ച് ഇൻക്രീസ് മൊബിലിറ്റി റേറ്റ്. അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നാണ്. അതെങ്ങനെയാണ്? വേഗത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ അത് എന്തിനും കാരണമാകും? വേഗത്തിലുള്ള മൊബിലിറ്റി, ചലനാത്മകതയ്ക്കും കാരണമാകുന്നു. റാപ്പിഡ് എക്കണോമിക് ചേഞ്ച് ഇൻക്രീസ് മൊബിലിറ്റി റേറ്റ്, അതായത്
മൊബിലിറ്റി വർദ്ധിക്കാൻ എന്ത് കാരണമാകുന്നുണ്ട്? റാപ്പിഡ് എക്കണോമിക് ചേഞ്ച്, പെട്ടെന്നുള്ള സാമ്പത്തിക മാറ്റം ചലനാത്മകത വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. And then next point, occupational, social, geographical mobility of necessary. അതേപോലെ തന്നെ ചലനാത്മകത, ഈ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അത് എന്തിലൊക്കെയാണ് അത്യാവശ്യം? ഒക്യുപ്പേഷണൽ, തൊഴിലിൽ. നമ്മൾ എന്നും ഒരു തൊഴിൽ മാത്രം ചെയ്താൽ മതിയോ? ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു റൂറൽ കൺട്രി ആയിരുന്നു, ഗ്രാമീണ മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിനെ മാത്രമാണ് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്നും നമ്മൾ ചലനാത്മകത സൃഷ്ടിക്കപ്പെട്ടു. ആ ചലനാത്മകതയാണ്. അപ്പം അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം, നമ്മളുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ കേസിലാ? ഒക്യുപ്പേഷണലായിട്ടും സോഷ്യലായിട്ടും ജോഗ്രഫിക്കലായിട്ടൊക്കെ എഡ്യൂക്കേഷണലായിട്ടൊക്കെ എന്ത് അത്യാവശ്യമാണ് സമൂഹത്തിൽ? മൊബിലിറ്റി. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം, ഒക്യുപ്പേഷണൽ, സോഷ്യൽ, ജോഗ്രഫിക്കൽ മൊബിലിറ്റി ഓഫ് നെസസറി എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലിപ്സെറ്റ്, സെറ്റർബർഗ് തുടങ്ങി ഇവരുടെയൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ ക്രിയേറ്റ് യൂണിഫോം മൊബിലിറ്റി പാറ്റേൺ. അതായത് ലിപ്സെറ്റിൻ്റെയും സെറ്റർബർഗിൻ്റെയും വ്യവസായവൽക്കരണം, സോഷ്യോളജിസ്റ്റുകളാട്ടോ, അവരുടെയൊക്കെ കാഴ്ചപ്പാടിലുള്ള വ്യവസായവൽക്കരണം എന്ത് സൃഷ്ടിക്കാൻ കാരണമായി? യൂണിഫോം മൊബിലിറ്റി പാറ്റേൺ, അതായത് ഒരു യൂണിഫോം ആയിട്ടുള്ള മൊബിലിറ്റി പാറ്റേൺ, ചലനാത്മക മാതൃകകൾ സൃഷ്ടിക്കാൻ കാരണമായി. ലിപ്സെറ്റിൻ്റെയും സെറ്റർബർഗിൻ്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ എന്തിന് കാരണമായി? ഒരു യൂണിഫോം മൊബിലിറ്റി പാറ്റേൺ സൃഷ്ടിക്കപ്പെടാൻ കാരണമായി. അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന ഈ പോയിന്റിൽ പറയാനുള്ളത്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, 5 പോയിന്റുകളാണുള്ളത്. അതിലെ 3rd പോയിന്റാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് 2 പോയിന്റും കൂടി എടുക്കണം. 4, 5, 4th, 5th. എഡ്യൂക്കേഷൻ ആൻഡ് മൊബിലിറ്റിയും ഇന്റർ ജനറേഷണൽ ആൻഡ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയും. ഈ 2 പോയിന്റും കൂടി അനലൈസ് ചെയ്താൽ ഈ എസ്സേ ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ 4th പോയിന്റിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ 5 പോയിന്റുകളാണ് ഈ ടോപ്പിക്കിലുള്ളത് എന്ന് ടീച്ചർ പറഞ്ഞു. ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, അതിൽ 5 പോയിന്റുകളുണ്ട്. അതിൽ 3 പോയിന്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 4th പോയിന്റാണ് എഡ്യൂക്കേഷൻ ആൻഡ് മൊബിലിറ്റി, വിദ്യാഭ്യാസവും ചലനാത്മകതയും. അപ്പോൾ എന്താണ്, അതായത് എഡ്യൂക്കേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചലനാത്മകത മൊബിലിറ്റി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത്, മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് അല്ലേ? കാരണം ഓരോ ദിനം പ്രതി ജീവിതത്തിൻ്റെ ഓരോ ലൈഫ് സ്റ്റൈലായാലും അതേപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖല. അതുകൊണ്ട് മൊബിലിറ്റി ഏറ്റവും കൂടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിൽ തന്നെയാണ്? വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡിറ്റർമൈൻ മെറിറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്. നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ, നേട്ടങ്ങളും യോഗ്യതകളും ഒരു വ്യക്തിയുടെ കഴിവ് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡിറ്റർമൈൻ മെറിറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ അച്ചീവ്മെൻറ്റ്സും മെറിറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷനാണ്. അതായത് ഒരു +1 ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ, മനുഷ്യ മൂലധനം എന്ന ഒരു ബുക്കല്ല, എക്കണോമിക്സിൻ്റെ ബുക്കിലെ ഒരു ചാപ്റ്റർ ആയിരുന്നു ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2 കാര്യങ്ങൾ മതി അയാൾ ഉയരാൻ. 1 അയാൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസവും, 2 അയാളുടെ ആരോഗ്യവും, ഹെൽത്തും. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, ആരോഗ്യവും വേണം, ഹെൽത്തും വേണം. ആ ഹെൽത്തും എഡ്യൂക്കേഷനും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ലോകം മുഴുവനും കീഴടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന്. ആ മനുഷ്യൻ്റെ മൂലധനമാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ ഒരുപാട് ബാങ്ക് ബാലൻസോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് ഏറ്റവും കിട്ടേണ്ട ഒരു പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനുമാണ് ഒരു വ്യക്തിയുടെ മെറിറ്റും അച്ചീവ്മെൻറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
Education and qualification determine merit and achievement. And then next point, education plays a key role in social mobility, especially in industrial society. ഒരു വ്യാവസായിക സമൂഹത്തിലെ സോഷ്യൽ മൊബിലിറ്റി, സാമൂഹിക ചലനാത്മകതയ്ക്ക് വിദ്യാഭ്യാസം പ്രധാന പങ്കുവഹിക്കുന്നു. എഡ്യൂക്കേഷൻ പ്ലേസ് എ കീ റോൾ ഇൻ സോഷ്യൽ മൊബിലിറ്റി എസ്പെഷ്യലി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഒരു വ്യാവസായിക സമൂഹത്തിലെ വിദ്യാഭ്യാസം സാമൂഹിക ചലനാത്മകതയ്ക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ റിക്വയർ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. അതേപോലെ തന്നെ പിന്നെന്താണ് സ്പെഷ്യലൈസേഷൻ? എന്താ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യം എന്ന് പറയും, കഴിവ്, പരിശീലനം. അതാണ് സ്പെഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബർ റിക്വയേഴ്സ്, അതേപോലെ തന്നെ തൊഴിൽ വിഭജനവും അതേപോലെ തന്നെ നമ്മളിലെ ക്വാളിഫിക്കേഷനൊക്കെയാണ് ഇത്തരം പരിശീലനം ലഭിച്ച വ്യക്തികളിൽ നിലനിൽക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസം, ഒരു എഡ്യൂക്കേഷൻ ലഭിച്ച വ്യക്തിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം? സ്പെഷ്യലൈസേഷൻ ആണ്, അവരേനെ വിഭജിക്കാൻ പറ്റും, തൊഴിൽ വിഭജനം. കാരണം ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലേബേഴ്സിനെ തരംതിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ MBAയും MCAയും ഒക്കെ കഴിഞ്ഞ ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഉയർന്ന പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്യുക. വെറും താഴ്ന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 8ാം ക്ലാസ്സോ SSLC ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ചെയ്യുന്നതിനും അതേ സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്നതിനും ട്രെയിൻഡ് ചെയ്യുന്നതിനും ക്വാളിഫൈഡ് സ്റ്റാറ്റസ് നോക്കുന്നതിനൊക്കെ എന്ത് ഭാഗമാണ്? എഡ്യൂക്കേഷൻ ആൻഡ് മൊബിലിറ്റി. And then next point, modern education is open to all. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, എല്ലാവർക്കും ലഭ്യമാണ്, ഓപ്പൺ ടു ഓൾ. നമുക്ക് എഡ്യൂക്കേഷൻ എവിടെ ചെന്ന് വേണമെങ്കിലും സ്വീകരിക്കാം അല്ലേ? നമുക്ക് നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസം മാത്രം പോരാ, വിദേശത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളും അതേപോലെയുള്ള മറ്റ് എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇന്ന് മോഡേൺ എഡ്യൂക്കേഷൻ ഈസ് ഓപ്പൺ ടു ഓൾ എന്ന് പറയാനുള്ള കാരണം. ആധുനിക വിദ്യാഭ്യാസം ഇന്ന് ഒരു ഓപ്പൺ ആണ്. അൺലൈക്ക് ട്രഡീഷണൽ സിസ്റ്റം ലിമിറ്റഡ് ടു എ ഫ്യൂ. അതേപോലെ തന്നെ പരമ്പരാഗത രീതി ഇന്ന് ലിമിറ്റ് ആയിരിക്കും. പരമ്പരാഗത രീതിയിലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. മണ്ണിലൊക്കെ എഴുതി പഠിക്കുക, താളിയോലകളിലും അതേപോലെ തന്നെ മണ്ണിലൊക്കെ എഴുതി പഠിക്കുന്ന ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഒരു കാലഘട്ടത്തിൽ പരമ്പരാഗത വിദ്യാഭ്യാസ രീതി നിലനിന്നിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് മോഡേൺ എഡ്യൂക്കേഷൻ തുറന്നു കടക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ എന്നാണ് പറയുന്നത്. അതൊക്കെ മൊബിലിറ്റിയുടെ ഭാഗമാണ് കേട്ടോ. അടുത്ത പോയിന്റാണ്, എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റൂട്ട് ഫോർ അപ്വാർഡ് മൊബിലിറ്റി. അതേപോലെ വിദ്യാഭ്യാസം ഉയർന്ന സാമൂഹിക നിലയിലേക്ക് ഉയരാനുള്ള പ്രധാന മാർഗമാണ്. ഒരു വ്യക്തിയെ അപ്വാർഡ് മൊബിലിറ്റി, അപ്വാർഡ് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന തലം. മൊബിലിറ്റി എന്ന ചലനാത്മകത. അപ്പൊ ഒരു വ്യക്തിയെ ഉയർന്ന ചലനാത്മകതയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് റൂട്ട് ഫോർ അപ്വാർഡ് മൊബിലിറ്റി. And then last point, it strongly influences career mobility and intergenerational and intragenerational mobility. ഇന്റർ എന്ന് പറയുമ്പോൾ INTER ആണ് കേട്ടോ. ഇൻട്ര എന്ന് പറയുമ്പോൾ INTRA ആണ്. അതാണ് മാറ്റം കേട്ടോ. അതായത് പിന്നെ എന്താ പറയുന്നത്? ഈ ഒരു സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് കരിയർ മൊബിലിറ്റി, അതായത് തൊഴിൽ ചലനാത്മകത എന്തിനു വഴിവെക്കുന്നു, എന്തിനെ സ്വാധീനിക്കുന്നു? ഇന്റർജനറേഷണൽ, തലമുറകൾക്കിടയിലും. ഇൻട്രാ ജനറേഷണൽ എന്ന് പറഞ്ഞാൽ ഒരേ തലമുറകൾക്കിടയിലും സ്വാധീനം ചെലുത്തുന്നു. ഇന്റർ ജനറേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? തലമുറകൾക്കിടയിൽ. ഇൻട്രാ ജനറേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ തലമുറകൾക്കിടയിൽ. മാറ്റം മനസ്സിലാക്കുക. ഇന്റർ ജനറേഷണൽ എന്ന് പറഞ്ഞാൽ തലമുറകൾക്കിടയിൽ,
ഇൻട്രാ ജനറേഷണൽ എന്ന് പറഞ്ഞാൽ സെയിം ഒരേ തലമുറകൾക്കിടയിൽ. ഇപ്പൊ നമുക്ക് ജനറേഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പല ജനറേഷനും വരും. ഇൻട്രാ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ജനറേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്യൂക്കേഷണൽ മൊബിലിറ്റി ആയാലും കരിയർ മൊബിലിറ്റി, തൊഴിൽ ചലനാത്മകത ആയാലും അത് ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇന്റർ ജനറേഷനെയും ഇൻട്രാ ജനറേഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി 5th പോയിന്റിൽ പഠിക്കാനുള്ളത് എന്താ? ഇന്റർ ജനറേഷണൽ ആൻഡ് ഇൻട്രാ ജനറേഷണൽ. ഇന്റർ ജനറേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ജനറേഷൻ, അതായത് ഇന്റർ ജനറേഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ തലമുറേനെയാണ് ഇന്റർ ജനറേഷൻ എന്ന് അറിയുക. പിന്നെ ഇൻട്രാ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ജനറേഷൻ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻട്രാ ജനറേഷണൽ എന്ന് പറയുക. ഇന്റർ, INTER, ഇന്റർ. ഇൻട്രാ, INTRA, അതാണ് ആ വ്യത്യാസം കേട്ടോ. അപ്പൊ ഇന്റർ ജനറേഷണൽ ആയിരിക്കുമ്പോൾ തലമുറകൾ, ഓരോ തലമുറകളെ ഓരോ നൂറ്റാണ്ടിലും ഉണ്ടാകുന്ന തലമുറകളാണ് ഇന്റർ ജനറേഷണൽ. ഇൻട്രാ ജനറേഷണൽ എന്ന് പറഞ്ഞാല് സെയിം ഇപ്പോൾ നിലവിലുള്ള ജനറേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ഇനി നോക്കൂ, ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി റെഫേഴ്സ് ടു മൂവ്മെന്റ് അപ്വാർഡ് ഓർ ഡൗൺവാർഡ് കമ്പയർഡ് ടു പേരൻസ് ക്ലാസ്. അതായത് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്താണ് അവിടെ മൂവ് ചെയ്യുന്നത്? അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് അപ്വാർഡ് ഓർ ഡൗൺവാർഡ്, അതായത് ഉയർച്ചയെയും താഴ്ചയെയും തലമുറകളുടെ ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്വാർഡ് ഓർ ഡൗൺവാർഡ്, ഒന്നില്ലെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ആരുമായി കമ്പയർ ചെയ്യുന്നു? കമ്പയർഡ് ടു പേരൻസ് ക്ലാസ്, മാതാപിതാക്കളുടെ സാമൂഹിക നിലയുമായിട്ട് കമ്പയർഡ് ചെയ്യുന്നതാണ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. അടുത്തതാണ് അപ്വാർഡ്. നമ്മൾ ഇന്റർ ജനറേഷനിൽ അപ്വാർഡും ഉണ്ട് ഡൗൺവാർഡും ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അപ്വാർഡ് മൊബിലിറ്റി ആയിരിക്കുമ്പോൾ എങ്ങനെ? ചൈൽഡ് അച്ചീവേഴ്സ് ഹയർ സ്റ്റാറ്റസ് ദാൻ പേരന്റ്. മക്കൾ മാതാപിതാക്കളെക്കാൾ ഉയർന്ന് അവരുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പദവി പേരൻസിനേക്കാൾ ഉയരുന്നതാണ് അപ്വാർഡ് മൊബിലിറ്റി. പേരൻസിനേക്കാൾ അവരുടെ മക്കള് അവരെക്കാട്ടിലും അവരുടെ പദവി ഉയർത്തുക. അപ്പോൾ ഒരു മാതാവും പിതാവും സാധാരണ ഒരു കർഷക കുടുംബമാണെങ്കിൽ മക്കള് ചിലപ്പോൾ ഹൈ പൊസിഷനിലേക്ക് എത്തുക, കലക്ടറോ ഡോക്ടറോ അതിലും വലിയ പൊസിഷനിലേക്ക് എത്തുന്നതിനെയാണ് അപ്വാർഡ് മൊബിലിറ്റി എന്ന് പറയുക. പേരൻസ് ഒരു ഡൗൺവാർഡ് പൊസിഷനിലുള്ളവരാണെങ്കിൽ അവരുടെ മക്കള് അപ്വാർഡ് പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് ഏത് വരിക? അപ്വാർഡ് മൊബിലിറ്റി. ഇനി ഡൗൺവാർഡ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ പേരൻസിന്റെ അത്ര മക്കൾ ഉയരാതിരിക്കുക. പേരൻസ് വലിയ പൊസിഷനിലായിരിക്കും, പക്ഷെ മക്കള് താഴ്ന്ന പൊസിഷനിലേക്ക് വരുന്നതാണ് ഏത്? ഡൗൺവാർഡ് മൊബിലിറ്റി. ചൈൽഡ് അച്ചീവേഴ്സ് ലോവർ സ്റ്റാറ്റസ് ദാൻ പേരൻസ്. പേരൻസിനേക്കാൾ താഴ്ന്ന സ്റ്റാറ്റസിൽ നിലനിൽക്കുന്നതിനെയാണ് പേരൻസിനേക്കാൾ മക്കൾ ഒരു താഴ്ന്ന പൊസിഷനിലേക്ക് എത്തുന്നതാണ് ഏത്? ഡൗൺവാർഡ് മൊബിലിറ്റി. എപ്പോഴും നമ്മൾ എങ്ങനെ വേണ്ടത്? അപ്വാർഡ് മൊബിലിറ്റി ആവാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഒരു പടി എപ്പോഴും അപ്പോഴാണ് നമ്മുടെ അതായത് മാതാപിതാക്കൾ സന്തോഷിക്കുക. അവരുടെ സന്തോഷമാണ് നമ്മളുടെ വിജയം, അല്ലേ? അപ്പം പേരൻസിനേക്കാൾ ഒരു പടി നമ്മളുടെ സ്റ്റാറ്റസ് നമ്മൾ ഉയർത്തുമ്പോഴാണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ഉണ്ടാവുള്ളൂ, സംതൃപ്തി ഉണ്ടാവുള്ളൂ ലൈഫിൽ. അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക, ഇന്റർ റീജിയണൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അപ്വാർഡും ഉണ്ട് ഡൗൺവാർഡും ഉണ്ട്. അപ്വാർഡ് ആയിരിക്കുമ്പോൾ പേരൻസിന്റെ സ്റ്റാറ്റസിനേക്കാൾ മക്കളുടെ സ്റ്റാറ്റസ് ഉയരുന്നതാണ് അപ്വാർഡ് മൊബിലിറ്റി. ഇനി ഡൗൺവേർഡ് മൊബിലിറ്റി ആയിരിക്കുമ്പോൾ പേരൻസിന്റെ സ്റ്റാറ്റസിന്റെ അത്ര മക്കളുടെ സ്റ്റാറ്റസ് ഉയരാത്തതാണ് ഏത്? ഡൗൺവാർഡ് മൊബിലിറ്റി. ആൻഡ് ദെൻ മോസ്റ്റ് മൊബിലിറ്റി വാസ് ഷോർട്ട് റേഞ്ച് ക്ലോസ് പേരൻസ് ക്ലാസ്. അതേപോലെ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ ചലനാത്മകത എന്ന് പറയുന്നത് ചിലപ്പോൾ ഷോർട്ട് റേഞ്ചിൽ നിൽക്കാറുണ്ട്, ചെറിയ പരിധിയിൽ നിൽക്കാറുണ്ട്. അങ്ങനെയാണ് പേരൻസ് ഇല്ലാത്തവർക്ക്, അല്ലെ? ക്ലോസ് ടു പേരൻസ് ക്ലാസ്, അല്ലെങ്കിൽ പേരൻസിനോട് അടുത്ത് നിൽക്കാൻ. മോസ്റ്റ് മൊബിലിറ്റി വാസ് ഷോർട്ട് റേഞ്ച് ക്ലോസ് ടു പേരൻസ് ക്ലാസ്. അതായത് പേരൻസിന്റെ പോലെ തന്നെ മക്കളും നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്വാർഡ് മൊബിലിറ്റി വാസ് മോർ കോമൺ ദാൻ ഡൗൺവാർഡ് മൊബിലിറ്റി. അതേപോലെ തന്നെ എപ്പോഴും
കാണപ്പെടുന്ന മൊബിലിറ്റി ഏതാണ്? ഡൗൺവാർഡ് മൊബിലിറ്റിയേക്കാൾ കൂടുതൽ എപ്പോഴും സൊസൈറ്റിയിൽ ഏതന്നെയാണ്? അപ്വാർഡ് മൊബിലിറ്റിയാണ് കാണപ്പെടാറുള്ളത്. കാരണം ഇന്റെ പോലെ ആവരുത് ഇന്റെ മക്കൾ എന്നാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുക, അല്ലേ? ഇന്റെ മക്കൾ എന്നേക്കാൾ ഉയരണം, അങ്ങനെ ചിന്തിക്കാത്ത ഒരു പേരൻസും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഡൗൺവാർഡ് മൊബിലിറ്റിയേക്കാൾ ഏത് ഉയരാൻ കാരണം? അപ്വാർഡ് മൊബിലിറ്റി മോറാവാനുള്ള കാരണം. അപ്വാർഡ് മൊബിലിറ്റി വാസ് മോർ കോമൺ ദാൻ ഡൗൺവാർഡ് മൊബിലിറ്റി. പൊതുവേ അപ്വാർഡ് മൊബിലിറ്റിയാണ് ഏതിനേക്കാൾ കൂടുതൽ? ഡൗൺവാർഡ് മൊബിലിറ്റിയേക്കാൾ കൂടുതൽ. എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസ് ഒക്യുപ്പേഷണൽ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. എപ്പോഴും വിദ്യാഭ്യാസവും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കുടുംബ പശ്ചാത്തലവും നമ്മളുടെ തൊഴിലിനെയും സാമൂഹിക ചലനാത്മകതയെയും സ്വാധീനിക്കുന്നു. സോഷ്യോളജിയിൽ പറയാനുള്ള ഒരു പ്രധാന ഘടകമാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. കാരണം നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിനെ എപ്പോഴും നമ്മളുടെ കുടുംബ പശ്ചാത്തലം വളരെയധികം സ്വാധീനിക്കും. അവരൊരു നല്ല പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു വിധമെങ്കിലും നന്നായിരിക്കണം. കാരണം എപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അവരെപ്പോഴും വഴക്കാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലും എന്തുതന്നെയായിരിക്കും? ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും അവരും ഫേസ് ചെയ്യുക, അല്ലേ? പക്ഷെ അതിന് പകരം നല്ല സ്നേഹത്തോടെയുള്ള ഒരു സാധാ ജോലി ചെയ്തിട്ടാണെങ്കിലും ആ അച്ഛനും അമ്മയിലും പേരൻസിൽ നല്ലൊരു ക്ലിയർഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അത് ആ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ആ കുട്ടിയെ വളരെയധികം അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കുട്ടികൾ എന്തുള്ളൂ ഒരു അപ്വാർഡ് പൊസിഷനിലേക്ക് കുട്ടികളുടെ ലൈഫ് സ്റ്റൈല് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എഡ്യൂക്കേഷൻ ആയാലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും അത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒക്യുപ്പേഷണൽ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, തൊഴിലിനെയും സാമൂഹിക ചലനാത്മകതയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഹയർ ക്വാളിഫിക്കേഷൻ ആർ ലിങ്ക്ഡ് വിത്ത് നോൺ മാനുവൽ ഒക്യുപ്പേഷൻ. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ സാധാരണയായി എപ്പോഴും ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആർ ലിങ്ക്ഡ് വിത്ത് നോൺ മാനുവൽ ഒക്യുപ്പേഷൻ. ഒരിക്കലും ഒരു നോൺ മാനുവൽ ഒക്യുപ്പേഷനിൽ ആരെ കാണപ്പെടാറില്ല? ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആളുകളെ കാണപ്പെടാറില്ല. എപ്പോഴും അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള തൊഴിൽ ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർ ജനറേഷണൽ ആൻഡ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. കുട്ടികളെ ഇത് വലിയൊരു എസ്സേയാണ് ടീച്ചർ എടുത്ത് തന്നത്. നിങ്ങൾക്ക് ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ 5 പോയിന്റ് എഴുതിയിടുക. എന്നിട്ട് ഓരോ പോയിന്റും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഈ 5 പോയിന്റ് ആദ്യത്തെ 2 പോയിന്റ് ഒരു ഒറ്റ വീഡിയോയിലും മൂന്നാമത്തെ പോയിന്റ് വേറൊരു വീഡിയോ, അങ്ങനെയാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കഷൻ നടത്താം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യ. സാമൂഹിക ചലനാത്മകതയും ഇന്ത്യയിലെ വർഗീകരണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ സോഷ്യൽ മൊബിലിറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഏകദേശം ഒരേപോലത്തെ ടോപ്പിക്കുകളാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താണ്? അതായത് സാമൂഹിക ചലനാത്മകതയും അതേപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹിക ചലനവും അതേപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹിക ചലനാത്മകതയും വർഗീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലാസ് ഇൻ ഇന്ത്യ എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ, അതായത് ബ്രിട്ടീഷ് റൂളിന് ഇന്ത്യയിലെ വർഗങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മാത്രമല്ല അതിനു മുമ്പും ഉണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ക്ലാസസ് ഇൻ ഇന്ത്യ എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിന് മുമ്പും ഇന്ത്യയിൽ എന്ത് നിലനിന്നിരുന്നു? ക്ലാസസുകൾ, വർഗീകരണം നിലനിന്നിരുന്നു. ക്ലാസസ് ഇൻ ഇന്ത്യ എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിന് മുമ്പും ഇന്ത്യയിൽ ഈ വർഗീകരണം, ക്ലാസസുകൾ, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഇങ്ങനെ മനുഷ്യനെ തരംതിരിച്ചിരുന്നു. ഇൻ ട്രഡീഷണൽ സൊസൈറ്റി കാസ്റ്റ് വാസ് ദ ഡോമിനന്റ് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ.
ഒരു പരമ്പരാഗത സമൂഹത്തിൽ ജാതി വ്യവസ്ഥയാണ് പ്രധാനമായും നിലനിന്നിരുന്നത്. ഇൻ ട്രഡീഷണൽ സൊസൈറ്റി കാസ്റ്റ് വാസ് ദ ഡോമിനന്റ് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഒരു പരമ്പരാഗത സമൂഹത്തിൽ കാസ്റ്റ് സിസ്റ്റമാണ് ആധിപത്യമായിട്ട് വർഗീകരണത്തിൽ നിലനിന്നിരുന്നത്. ടുഡേ കാസ്റ്റ് ആൻഡ് ക്ലാസ് കോ എക്സിറ്റ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ ഇന്ന് ജാതിയും വർഗവും ഒരുമിച്ച് ഒരു കോ എക്സിസ്റ്റ് ആയിട്ട് സഹവർത്തിത്വത്തോടു കൂടി നിലകൊള്ളുന്നു. ഇന്ന് ജാതിയും അതേപോലെ ക്ലാസും, കാസ്റ്റ് ആൻഡ് ക്ലാസ്, ജാതി ആൻഡ് വർഗം, ഇവ രണ്ടും ഒരു കോ എക്സിസ്റ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡിഫറെന്റ് ക്ലാസ് ഗ്രൂപ്പ് ആർ ഐഡന്റിഫൈഡ് ഫോർ അനലിറ്റിക്കൽ പർപ്പസ്. വിശകലനത്തിന്റെ ആവശ്യത്തിനായി വിവിധ വർഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഡിഫറെന്റ് ക്ലാസ് ഗ്രൂപ്പ് ആർ ഐഡന്റിഫൈഡ് ഫോർ അനലിറ്റിക്കൽ പർപ്പസ്. അനലിറ്റിക്കൽ പർപ്പസിനായി വിവിധ വർഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് സോഷ്യൽ മൊബിലിറ്റി ഇൻ അഗ്രേറിയൻ ക്ലാസ് ആണ്. അതായത് സാമൂഹിക ചലനാത്മകത കർഷക വർഗങ്ങളിലൂടെ. അഗ്രേറിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കർഷക വർഗം. അപ്പോൾ ഈ അഗ്രേറിയൻ ക്ലാസ്സിലൂടെ സോഷ്യൽ മൊബിലിറ്റി എങ്ങനെയാണ് ഡിസ്കഷൻ നടത്തുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ലാൻഡ് ബിക്കം എ സെയിലബിൾ കമ്മ്യൂണിറ്റി. ബ്രിട്ടീഷ് കാലത്ത് ഭൂമി എന്ന് പറയുന്നത് സെയിലബിൾ കമ്മ്യൂണിറ്റി. എപ്പോഴും ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഭൂമി എന്ന് പറയുന്നത് സെയിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിൽപ്പനയ്ക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പം നമ്മൾ അഗ്രേറിയൻ ക്ലാസിന്റെ സോഷ്യൽ മൊബിലിറ്റി ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്. അഗ്രേറിയൻ ക്ലാസിന്റെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ലാൻഡ് ബിക്കം എ സെയിലബിൾ കമ്മ്യൂണിറ്റി. ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു സെയിലബിൾ, ഒരു വിൽപ്പന കമ്മ്യൂണിറ്റി ആയിരുന്നു, ഒരു വിൽപ്പന ചരക്കായിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ലാൻഡ് റിഫോം ഇൻ ദ 1915 abolished intermediaries like സെമീദാർസ് ആൻഡ് ഗേവ് ലാൻഡ് ടു ടില്ലേഴ്സ്. അതായത് 1950 ഭൂസമരങ്ങൾ ഇടനിലക്കാരായി ജമീന്ദാന്മാരെ ഒഴിവാക്കി കർഷകർക്കു ഭൂമി നൽകി. ലാൻഡ് റിഫോംസ് ഇൻ ദ 1915 abolished intermediaries like സെമീദാർസ് ആൻഡ് ഗേവ് ലാൻഡ് ടു ടില്ലേഴ്സ്. 1950 ഭൂസമരങ്ങൾ ഇടനിലക്കാരായ ജമീന്ദാന്മാരെ ഒഴിവാക്കിയിട്ട് ജമീന്ദാർസിനെ എന്ത് ചെയ്തു, ഇന്റർമീഡിയറീസുകളായിട്ടുള്ള ജമീന്ദാന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ആർക്കാണ് അവിടെ ഭൂമി നൽകിയത്, കർഷകർക്ക് ഭൂമി നൽകി. ആൻഡ് ദെൻ ദിസ് ലെഡ് ടു വെർട്ടിക്കൽ മൊബിലിറ്റി. വെർട്ടിക്കൽ മൊബിലിറ്റി ആണ് അവിടെ കാണപ്പെടുന്നത്. വെർട്ടിക്കൽ മൊബിലിറ്റി പറഞ്ഞാൽ അപ്വാർഡ് ആൻഡ് ഡൗൺവാർഡ് മൊബിലിറ്റി. അപ്വാർഡ് മൊബിലിറ്റി എന്തായെന്നും ഡൗൺവാർഡ് മൊബിലിറ്റി എന്തായെന്നും നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ദിസ് ലെഡ് ടു വെർട്ടിക്കൽ മൊബിലിറ്റി. വെർട്ടിക്കൽ മൊബിലിറ്റി ബോത്ത് അപ്വാർഡ് ആൻഡ് ഡൗൺവാർഡ്. സം ടെനൻസ് ബിക്കം ലാൻഡ് ഓണേഴ്സ്. അതായത് ചില ടെനൻസ് എന്തായി മാറി എന്നാ പറയുന്നത്, ചില കർഷകർ അവിടെ ലാൻഡ് ഓണേഴ്സായി. അതാണ് അവിടെ അപ്വാർഡ് മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെമീദാർസ് ലോസ്റ്റ് പവർ, വെൽത്ത് ആൻഡ് റൈറ്റ്. അതേപോലെ തന്നെ ഡൗൺവാർഡ് മൊബിലിറ്റി. ചില പിന്നെ അത് ജമീന്ദാർമാർക്ക് അവിടെ എന്തൊക്കെ നഷ്ടപ്പെടുത്തു, പവറ്, വെൽത്ത്, റൈറ്റ്, അധികാരവും സമ്പത്തും അവകാശവും സെമീദാരിൽ നിന്നും ലോസ്റ്റ് ചെയ്യപ്പെടുക. കാരണം എന്താ, നഷ്ടപ്പെട്ടു. അതിനെയാണ് എന്ത് പറയുക, ഡൗൺവാർഡ് മൊബിലിറ്റി. അപ്പൊ രണ്ട് രീതികളാണ് അഗ്രേറിയൻ ക്ലാസ്സിൽ ഉണ്ടായത്, രണ്ട് തരം മൊബിലിറ്റികൾ. അതാണ് വെർട്ടിക്കൽ മൊബിലിറ്റി. ഡൗൺവാർഡും ഉണ്ടായി, അപ്വാർഡും ഉണ്ടായി. അപ്വാർഡ് എന്ന് പറഞ്ഞാൽ ടെനൻസുകളൊക്കെ എന്തായി മാറി, ലാൻഡ് ഓണേഴ്സുകളായി മാറി. സെമീദാർസ് എന്തായി, ജന്മിമാരുടെ പവറും വെൽത്തും റൈറ്റും, അധികാരവും വെൽത്തും ധനവും അവകാശമൊക്കെ നഷ്ടപ്പെട്ടു. അതാണ് ഡൗൺവാർഡ് മൊബിലിറ്റി. അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ ഓഫ് പഞ്ചായത്ത് ആൻഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് റെഡ്യൂസ്ഡ് ദെയർ ഇൻഫ്ലുവൻസ്. പഞ്ചായത്തുകളും സാർവത്രിക വോട്ടവകാശവും അവരുടെ കുറച്ചു, റെഡ്യൂസ്ഡ്. ഈ സെമീദാർസിന്റെ പവർ കുറയ്ക്കാൻ
കാരണമായി എന്നാണ് പറയുന്നത്. ഇൻട്രഡക്ഷൻ ഓഫ് പഞ്ചായത്ത് ആൻഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് റെഡ്യൂസ്ഡ് ദയർ ഇൻഫ്ലുവൻസ്. അതായത് ഈ ഫെമിദാഴ്സിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിന് എന്ത് കാരണമായി? പഞ്ചായത്ത് രാജ് സിസ്റ്റവും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പൊ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും പഞ്ചായത്ത് രാജ് സിസ്റ്റവും ജമീദാഴ്സിന്റെ സ്വാധീനത്തെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഇത് ഗ്രീൻ റെവല്യൂഷൻ ചേഞ്ച്ഡ് ഇൻഇക്വാലിറ്റി പാറ്റേൺ ഇൻ വില്ലേജ്. അതേപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവത്തിൽ ഉണ്ടായ മാറ്റം ഗ്രാമീണ സമൂഹത്തിലെ അസമത്വത്തെ ഇല്ലാതാക്കി. ദ ഗ്രീൻ റെവല്യൂഷൻ ചേഞ്ച്ഡ് ഇൻഇക്വാലിറ്റി പാറ്റേൺ ഇൻ വില്ലേജ്. ഗ്രീൻ റെവല്യൂഷൻ ഗ്രാമങ്ങളിലെ അസമത്വങ്ങളെ ഇൻഇക്വാലിറ്റിയെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ചേഞ്ച് ചെയ്തു. ആൻഡ് ദെൻ അടുത്ത ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ്. വ്യവസായവൽക്കരണവും സാമൂഹിക വർഗീകരണവും. ഈ വ്യവസായവൽക്കരണവും സാമൂഹിക വർഗീകരണത്തെയും 4 രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ നോക്കൂ. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിലെ ടീച്ചർ 2 പോയിന്റ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി 2 പോയിന്റ് കൂടി പറയാണ്ട്. അതിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ 4 എണ്ണം. ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബൂർഷാസി, എന്റർപ്രണേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സ്, പ്രൊഫഷണൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ്. ഇപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ് 4 എണ്ണാണുള്ളത്. ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബൂർഷാസി, എന്റർപ്രണേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സ്, പ്രൊഫഷണൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ്. അതിൽ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബൂർഷാസിയിൽ എന്തൊക്കെയാ പറയണത്? ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബൂർഷാസി മുതലാളിത്തവും അതേപോലെ തന്നെ എന്താണ് ബൂർഷാസിയും എന്ന ടോപ്പിക്കിൽ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ബ്രിട്ടീഷുകാരാണ് ആധുനിക വ്യവസായവൽക്കരണം ആരംഭിച്ചത്. ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബൂർഷാസിയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ. ബ്രിട്ടീഷുകാർ ആധുനിക വ്യവസായവൽക്കരണം ആരംഭിച്ചു. ട്രേഡേഴ്സ് ബിക്കം ഇൻഡസ്ട്രിയലിസ്റ്റ്. വ്യാപാരികൾ എന്തായി മാറി? വ്യവസായികളായി മാറി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇൻഡസ്ട്രി എക്സ്പാൻഡഡ് റാപ്പിഡ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യവസായത്തിന് എന്താണ്? റാപ്പിഡ്ലി പറഞ്ഞ വേഗത്തിൽ വ്യവസായവൽക്കരണം എന്ത് ചെയ്യപ്പെട്ടു? എക്സ്പാൻഡഡ്, വളർന്നു വന്നു. ഇൻഡസ്ട്രി എക്സ്പാൻഡഡ് റാപ്പിഡ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യവസായവൽക്കരണത്തിൽ പെട്ടെന്നുള്ള വളർച്ചയാണ് ഉണ്ടായത്. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ബിക്കം എക്കണോമിക്കലി പവർഫുൾ. അതേപോലെ തന്നെ വ്യവസായികൾ സാമ്പത്തികമായി എന്തായിത്തീർന്നു? പവർഫുൾ, ശക്തരായിത്തീർന്നു. ഇൻഡസ്ട്രിയലിസ്റ്റ് ബിക്കം എക്കണോമിക്കലി പവർഫുൾ. അതായത് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അഥവാ വ്യവസായികൾ സാമ്പത്തികമായിട്ട് എന്തായിത്തീർന്നു? പവർഫുള്ളായി. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബൂർഷാസിയിൽ നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. അടുത്തത് എന്റർപ്രണേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സ്. എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? സംരംഭകർ. ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? വ്യാപാരികൾ. ഷോപ്പ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? കടയുടമകൾ. എന്റർപ്രണേഴ്സ് സംരംഭകർ, ട്രേഡേഴ്സ് വ്യാപാരികൾ, ഷോപ്പ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കടയുടമകൾ. ഇവരെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഗ്രൂ വിത്ത് അർബണൈസേഷൻ. നഗരവൽക്കരണത്തോടൊപ്പം ഇവരും എന്ത് ചെയ്യപ്പെട്ടു? വളർന്നു വരാൻ കാരണമായി. നഗരവൽക്കരണമാണ്, അർബണൈസേഷൻ ആണ് എന്റർപ്രണേഴ്സും ട്രേഡേഴ്സും ഷോപ്പ് കീപ്പേഴ്സും ഒക്കെ അവരിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണം ഏതന്നെയാണ്? അർബണൈസേഷൻ ആണ് കേട്ടോ, നഗരവൽക്കരണമാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ബെനഫിറ്റഡ് ഫ്രം ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെയൊക്കെ ബെനഫിറ്റ് വർദ്ധിച്ചു. ഏതിൻ്റെയൊക്കെ? ഈ ഒരു നഗരവൽക്കരണവും അർബണൈസേഷനും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായി. മെനി എൻറ്റേർഡ് ന്യൂ ഓക്യുപ്പേഷൻ ആൻഡ് ബിക്കം പ്രോസ്പെറസ്. പലരും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിക്കാനും കാരണമായി. ഇത്രയും കാര്യങ്ങളാണ് എന്റർപ്രണേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ള 2 പോയിന്റുകളാണ് പ്രൊഫഷണൽ ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും. പ്രൊഫഷണൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ് എന്ന 2 ടോപ്പിക്കും കൂടി
ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എസ്സേ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമ്മളുടെ ഈ ചാപ്റ്ററും കംപ്ലീറ്റ് ആവും കേട്ടോ. അത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ബുർഷാസിയും എൻ്റർപ്രണേഴ്സ് ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സും ഇത് രണ്ടുമാണ് ഡിസ്കഷൻ നടത്തിയത്. ഇനി നമ്മൾക്ക് തേർഡ് പോയിൻ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, പ്രൊഫഷണൽ ക്ലാസ്സസ്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സുകളാണ് നിങ്ങൾ വെക്കേണ്ടത്. അതിൽ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ബുർഷാസിയും എൻ്റർപ്രണേഴ്സ് ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സും ഇത് രണ്ടും നമ്മൾ ഡിസ്കഷൻ നടത്തി. ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് പ്രൊഫഷണൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ്. അതിൽ പ്രൊഫഷണൽ ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും എന്താ എന്ന് നമുക്ക് നോക്കാം. പ്രൊഫഷണൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേകമായ രീതിയിൽ ടെക്നോളജിയും മറ്റ് പ്രൊഫഷണൽ മേഖലകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച ട്രെയിനിങ് നേടിയിട്ടുള്ള ആളുകളെയാണ് പ്രൊഫഷണൽ ക്ലാസ്സുകൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നു എക്സ്പാൻഡഡ് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻറ്റ്. അതായത് ബ്രിട്ടീഷ് കാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷവുമാണ് ഈ ഒരു പ്രൊഫഷണൽ ക്ലാസ്സസിന് എന്തുണ്ടായത്, വളർച്ച ഉണ്ടായത്. അപ്പോൾ എക്സ്പാൻഡഡ് എന്ന് പറഞ്ഞാൽ വളർന്നു. ആര്? ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ക്ലാസ്സുകൾ, പരിശീലനം സിദ്ധിച്ച ക്ലാസ്സുകൾ, പരിശീലനം ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ട്രെയിനേഴ്സ് ആയിട്ടുള്ള അറിവ് നേടിയ ആളുകൾ വളർന്നു വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷവും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, മാനേജേഴ്സ്, ബ്യൂറോക്രാറ്റ്, സയൻറ്റിസ്റ്റ് എക്സെട്ര. അതേപോലെ തന്നെ ആരൊക്കെയാണ് ആ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും എക്സ്പാൻഡ് ചെയ്യപ്പെട്ട പ്രൊഫഷണൽസ് ആരൊക്കെയാണ്? ഡോക്ടേഴ്സ്, ലോയേഴ്സ്, മാനേജേഴ്സ്, ബ്യൂറോക്രാറ്റ്, സയൻറ്റിസ്റ്റ് ആൻഡ് എക്സെട്ര. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ. ഇത്തരത്തിലുള്ള പദവി നേടിയെടുത്തത് ഇവരെങ്ങനെയാണ്? എഡ്യൂക്കേഷനിലൂടെയും ക്വാളിഫിക്കേഷനിലൂടെയും, വിദ്യാഭ്യാസത്തിലൂടെയും വിദ്യാഭ്യാസ യോഗ്യതയിലൂടെയുമാണ് ഈ ഒരു പദവി ഇവർ അച്ചീവ് ചെയ്തത്, നേടിയെടുത്തത്. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, മോസ്റ്റ്ലി സാലറീഡ് എംപ്ലോയീസ് ഇൻ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് സെക്ടർ. അതേപോലെ തന്നെ മോസ്റ്റ്ലി സാലറീഡ് എംപ്ലോയീസ് ഇൻ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് സെക്ടർ. അതായത് ഭൂരിഭാഗം ആളുകളും എങ്ങനെ തൊഴിലാളികളും അല്ലെങ്കിൽ എംപ്ലോയീസും സാലറി വാങ്ങുന്നത് എവിടെ നിന്നാണ്? പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ്, അതായത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. മോസ്റ്റ്ലി സാലറീഡ് എംപ്ലോയീസ് ഇൻ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് സെക്ടർ. കൂടുതലായിട്ടും ഗവൺമെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് സാലറി വാങ്ങുന്നതെന്ന് പ്രൈവറ്റ് മേഖലയിൽ നിന്നാണ്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് പ്രൊഫഷണൽ ക്ലാസ് എന്ന് പറയുക. ആൻഡ് ദെൻ വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ ആരാ? ഇനീഷ്യലി കൺസിസ്റ്റഡ് ഓഫ് ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികളെയാണ് വർക്കിംഗ് ക്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനീഷ്യലി കൺസിസ്റ്റഡ് ഓഫ് ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികളെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ വർക്കിംഗ് ക്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. വർക്ക്ഡ് ഇൻ ഫാക്ടറി, ടെക്സ്റ്റൈൽസ് മിൽ, പ്ലാന്റേഷൻ ആൻഡ് ഇൻഫോർമൽ സെക്ഷൻ. ഫാക്ടറികളിലും ടെക്സ്റ്റൈൽസ് മില്ലുകളിലും അതേപോലെ പ്ലാന്റേഷൻ തോട്ടങ്ങളിലും ജോലി ചെയ്യുന്നവരെയാണ് വർക്കിംഗ് ക്ലാസ് എന്നറിയപ്പെടുന്നത്. മെനി ലിവഡ് ഇൻ പുവർ കണ്ടീഷൻ ഇൻ ഫ്ലം. പല ഫ്ലം ചേരി പ്രദേശങ്ങളിലും ദരിദ്രമായ ജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ. ഇതാണ് വർക്കിംഗ് ക്ലാസ്. അപ്പോൾ ഈ ഒരു 4 രീതിയിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. അതിൽ ക്യാപിറ്റലിസ്റ്റ് ബുർഷാസി ഉണ്ട്, എൻ്റർപ്രണേഴ്സ് ട്രേഡേഴ്സ് ആൻഡ് ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽ ക്ലാസ് ഉണ്ട്, വർക്കിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള മറ്റൊരു ചാപ്റ്ററാണ് 7th ചാപ്റ്റർ ആയിട്ടുള്ള എൻതിനിക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എൻതിനിസിറ്റിയെക്കുറിച്ചും അതേപോലെ തന്നെ എന്തനോ നാഷണലിസത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കഷൻ നടത്താം കേട്ടോ. ഓക്കെ.